ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. അതായത് നമ്മൾ ലോട്ടറി എടുക്കുന്ന ആളുകളായിരിക്കും, ഓൺലൈനായിട്ട് ലോട്ടറി എടുക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റൂൾസ്, പിന്നെ എങ്ങനെ നമ്മൾ ഇത് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളിലെ ലോട്ടറിയാണ് എടുക്കുന്നത്. അപ്പം ഫെമ റൂൾസ് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, അതേപോലെ RBI റൂൾസ് ഉണ്ട്. ഈ കുറേ റൂൾസ് ഉണ്ട്. അതായത് ഓൺലൈൻ ഗാംബ്ലിങ്ങിനെ കുറിച്ച് റിസ്ട്രിക്റ്റ് ചെയ്യുന്ന കുറേ റൂളുകളുണ്ട്. അപ്പോൾ കുറേ ആളുകളുടെ തെറ്റിദ്ധാരണ ഉണ്ട്, ഇത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പറ്റുമോ പറ്റില്ലേ. അപ്പോൾ അഥവാ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹ്യൂജ് എമൗണ്ട്, 1000 കോടി 500 കോടി എന്നൊക്കെ പറയുന്നത് വലിയ ഹ്യൂജ് എമൗണ്ടാണ്. കാരണം നമ്മുടെ കേരള ലോട്ടറിയൊക്കെ വെറും 10-20 കോടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് നമുക്ക് പുറമേ നിന്ന് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? കാരണം അത് ഫെമ റൂൾ എഗെയിൻസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ RBI അത് അനുവദിക്കുമോ എന്നുള്ള കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാ ഇൻ്റർനാഷണൽ ലോട്ടറികളും, അതായത് ഇപ്പം ഗൾഫ് ലോട്ടറി ആയാലും അമേരിക്കയുടെ പവർബോൾ ആയാലും നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ലോട്ടറികളെല്ലാം ഇൻ്റർനാഷണൽ ലോട്ടറികൾ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഡൗട്ട് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പലർക്കും ഡൗട്ടായിട്ട്, അതായത് നമുക്ക് ഇത് വിൻ ചെയ്താൽ നമുക്ക് ഈ എമൗണ്ട് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലരും ലോട്ടറി എടുക്കാത്ത ആൾക്കാരുണ്ട്. കാരണം നമുക്കിത് ഓൺലൈൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല, കാരണം ഫെമ റൂൾ നമുക്ക് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ട് എടുത്തിട്ട് കൊണ്ടുവരാൻ കഴിയില്ല, അങ്ങനെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫെമ റൂൾസ് ഉണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കുക, ഗാംബ്ലിങ് ചെയ്യുന്നത്, ഓൺലൈനായിട്ട് ഗാംബ്ലിങ് ചെയ്യുക. അപ്പോൾ ഇൻ്റർനാഷണൽ ലോട്ടറി അല്ലെങ്കിൽ എന്തെങ്കിലും ബെറ്റിംഗ് സൈറ്റുകളിൽ നിന്ന് നമ്മൾ ലോട്ടറി അല്ലെങ്കിൽ ബെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ എമൗണ്ട് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഗൾഫ് ലോട്ടറി ആണെങ്കിലും നമ്മൾ US പവർബോൾ, ഇറ്റലിയുടെ ലോട്ടറികൾ എടുക്കുന്ന ആൾക്കാരുണ്ട്, ലോട്ട ഏജൻറ്റ് വഴി എടുക്കുന്ന ആൾക്കാരുണ്ട്, ഈ സൈറ്റുകളിൽ നിന്നൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരേപോലെയാണ്. ഗൾഫ് ലോട്ടറി എടുക്കുന്നവർ ഇത് ശ്രദ്ധിക്കുക. ബാക്കി US പവർബോൾ, മറ്റ് ലോട്ടറി എടുക്കുന്ന ആൾക്കാരും ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ലോട്ടറിയുടെ ഫസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ലോട്ടറി എടുക്കുകയാണ്, US പവർബോളിൻ്റെ ലോട്ടറിയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ലോട്ടറി നിന്നാണ് എടുക്കുന്നത്, നിങ്ങളെടുത്തു, നിങ്ങൾക്ക് 100 കോടി വിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് നമുക്ക് അവർ ഓൺലൈനായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം, നേരിട്ട് പോയി കളക്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർ ഓൺലൈനായിട്ട് നമുക്ക് ഇത്ര 100 കോടി നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കുകൾ അപ്രൂവ് ചെയ്യില്ല. നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടും കാര്യമില്ല. കാരണം നമ്മൾ ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരാളാണ്, ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് റൂളിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തീർച്ചയായും അവിടെ പോയിട്ട്, ഇപ്പോൾ ലോട്ടറിൻ്റെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ലോട്ടറിൻ്റെ ആണെങ്കിൽ അവർ ലോട്ടറി ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അവർ വിസ, ടിക്കറ്റ്, മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏർപ്പാട് ചെയ്യും US-ലേക്കുള്ള. എന്നിട്ട് അവരുടെ ടീം നിങ്ങളുടെ കൂടെ വരും, ടിക്കറ്റ് നിങ്ങൾക്ക് കൈമാറും. ടിക്കറ്റ് നിങ്ങൾ തന്നെ അവിടെ നിന്ന് ക്ലെയിം ചെയ്യണം. നിങ്ങൾ തന്നെ ടിക്കറ്റ് അവിടെ കൊടുത്ത് പ്രൈസ് മണി ക്ലെയിം ചെയ്യണം. നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ടിലേക്കാണ് അവർ ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അത് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു വിഷയവുമില്ല, ഒരു പ്രശ്നവുമില്ല. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളവിടെ വിൻ ചെയ്ത, അതായത് ലോട്ടറി വിൻ ചെയ്തു എന്നുള്ളതിൻ്റെ ലോട്ടറി വിന്നിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അത് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആ വിൻ ചെയ്ത സമയത്ത്, അതായത് നിങ്ങളാണ് ഇത് ക്ലെയിം ചെയ്തത് എന്ന് തെളിയിക്കുന്ന രേഖകൾ എല്ലാം വിന്നിങ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾ യാത്ര ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങൾ മാത്രം മതി. ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും ആവശ്യമില്ല. നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ അവിടെ ഉണ്ടായിട്ട് നമ്മൾ ഫിസിക്കലി നമ്മൾ ക്ലെയിം ചെയ്തിരിക്കണം. ആ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിൻ ചെയ്തിട്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് അവിടുത്തെ അക്കൗണ്ടോ അല്ലെങ്കിൽ ലോട്ടറി ടീമോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. ബാങ്കുകൾ അത് റിജക്റ്റ് ചെയ്യും. പിന്നെ ചെറിയ എമൗണ്ട്, വലിയ എമൗണ്ട് കാര്യമാണ് പറഞ്ഞത്. ചെറിയ എമൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ചെറിയ എമൗണ്ടുകളൊന്നും, കാരണം ബാങ്കുകളൊന്നും അത്രയ്ക്ക് കാര്യമായി നോക്കില്ല. നിങ്ങൾക്ക് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷത്തിൻ്റെ ഇടയിലുള്ള എമൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം ഒട്ടുമിക്ക ബാങ്കുകളൊന്നും ഇത് വലിയൊരു എമൗണ്ടായി കണക്കാക്കുകയില്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. അതിപ്പോൾ ബെറ്റിംഗ് ആയാലും വേണ്ടില്ല, ലോട്ടറി ആയാലും വേണ്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ലോട്ടറി ടിക്കറ്റിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് ധൈര്യമായിട്ട് എടുക്കുക. RBI റൂൾസ് ആയാലും മറ്റ് റൂൾസ് ആയാലും ഇതിന് അഗെയിൻസ്റ്റ് അല്ല. നമ്മൾ ഫിസിക്കലി നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ക്ലെയിം ചെയ്ത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ നമ്മൾ ടാക്സ് കൊടുക്കണം.
ടാക്സ് ഏകദേശം ഒരു 40% അടുത്ത് വരും. നിങ്ങൾക്ക് 100 കോടി വിൻ ചെയ്യണമെങ്കിൽ 60 കോടിയുടെ അടുത്താണ്. നിങ്ങൾക്ക് 60 കോടി മാത്രമേ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉള്ളൂ. കൂടുതൽ എമൗണ്ടിന് കൂടുതൽ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ വേറൊരു ഇതുണ്ട്, അതായത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ US ടാക്സ് ചിലപ്പം വലിയ ഹ്യൂജ് എമൗണ്ട് അവിടെ ടാക്സ് പിടിക്കും. കാരണം അവിടെ ഉണ്ട് ടാക്സ്, അവിടെയും 40-45% ടാക്സ് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല. എന്നാലും ഏകദേശം 40% ടാക്സ് പിടിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ആക്ട് ഉണ്ട്. അതായത് ഒട്ടുമിക്ക കൺട്രികളുമായിട്ട് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ആക്റ്റിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടാക്സ് കൊടുത്തതിൻ്റെ ഡീറ്റെയിലും അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടാക്സ് അത്രയും ടാക്സ്, അതായത് ഇവിടെ 45% ടാക്സ് എന്ന് വിചാരിക്കുക ഇന്ത്യയിൽ, അവിടെ 40% നിങ്ങൾ ടാക്സ് കൊടുത്തു. അപ്പോൾ ബാക്കി 5% ടാക്സ് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾ എത്ര കോടി കൊണ്ടുവരികയാണെങ്കിലും അത്ര അങ്ങനെ തന്നെ. അപ്പോൾ അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ 100 കോടി 1000 കോടി 2000 കോടി എത്ര കോടിയാണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. ഒരു പ്രശ്നവും ഇല്ല അതിൻ്റെ അകത്ത്, ഒരു ലീഗൽ കോൺസിക്വൻസസും ഇല്ല. നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാലും അഡ്വക്കറ്റ് ആയാലും ബാങ്കുകളിൽ ഇരിക്കുന്ന ആളുകളായാലും അത്യാവശ്യം ഇതിനെക്കുറിച്ച് നോളജുള്ള ആൾക്കാരോട് മാത്രം ചോദിക്കുക. കാരണം ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാൻ പോലും അറിയാത്ത ആൾക്കാരുണ്ട് പല ബാങ്കുകളും. നമ്മുടെ കാർഡിൽ എങ്ങനെയാണ് ഇത് ആക്ടിവേഷൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിലിരിക്കുന്നവർക്ക് പോലും അറിയില്ല ഇത്. അതുപോലെ തന്നെ എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും വിവരമുള്ളവരായിരിക്കണം എന്നില്ല. അതുപോലെ അഡ്വക്കറ്റ്സ് നല്ല ഇതിൽ ഈ മേഖലയിൽ അറിവുള്ള അഡ്വക്കറ്റ്സ് അങ്ങനെയുള്ളവരോട് മാത്രം ചോദിക്കുക. എല്ലാവരോടും ചോദിച്ചാൽ അറിയില്ല. കാരണം എല്ലാവർക്കും ജസ്റ്റ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാംബ്ലിംഗ് ഇല്ലീഗലാണെന്നുള്ള ആ ഒരു തോട്ടിലാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് 100% ലീഗലാണ്. ഇന്ത്യയിൽ നിന്ന് ഓൺലൈനായിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പോയി ക്ലെയിം ചെയ്യുന്നത് നിങ്ങൾക്ക് 100% ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ എത്ര ഹ്യൂജ് എമൗണ്ട് ആയാലും വേണ്ടില്ല. അതുപോലെ തന്നെയാണ് ഗൾഫ് ലോട്ടറികളും. വലിയ ഹ്യൂജ് എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി കളക്ട് ചെയ്യണം. അപ്പോൾ അതിൽ തന്നെ ഉണ്ട്, എല്ലാ സൈറ്റുകളിലും തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ലോട്ടറി ലോട്ടേജൻ്റ് ആയാലും അതുപോലെ ഇപ്പോൾ ഗൾഫ് ലോട്ടറി എമിറേറ്റ്സ് ലോട്ടറി ആയാലും ഫസ്റ്റ് പ്രൈസൊക്കെ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ പേഴ്സൺ പോയി കളക്ട് ചെയ്യണം. അതായത് നേരിട്ട് പോയി നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ അവർ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. നേരിട്ട് ഡയറക്റ്റായിട്ട് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. കാരണം അവർക്ക് തന്നെ അറിയാം അത് ബ്ലോക്ക് ആകും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം. അതുപോലെ നിങ്ങൾ ബെറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ബെറ്റിംഗ് കുറച്ചും കൂടെ കോംപ്ലിക്കേഷനാണ്. ലോട്ടറി പോലെ അത്ര എളുപ്പമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ ഇതുപോലെ തന്നെ ഫിസിക്കലായിട്ട് നിങ്ങൾ അവിടെ പോയി കാരണം ബെറ്റിംഗ് എന്ന് പറയുന്നത് ലോട്ടറി ഓർഗനൈസേഷൻ അല്ല. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണത് ബെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കമ്പനിയുമായിട്ടുള്ള ഒരു അഗ്രിമെൻ്റാണ്. കാരണം ആ ലോട്ടറിക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനിയാണ് നമുക്ക് പേ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൃത്യമായ സോഴ്സ് കാണിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇത് വിൻ ചെയ്തത്. നമ്മൾ ലോട്ടറി വിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ലോട്ടറി വിന്നിങ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും. അതിൽ കൂടുതൽ ഒരു തെളിവ് ആവശ്യമില്ല. പക്ഷേ ബെറ്റിംഗ് ആണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ലോട്ടേജൻ്റ് ഈ കൺട്രികളിൽ പോവുക, അവിടുത്തെ ആ കൺട്രികളിൽ നിന്ന് അവിടെ തന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവിടെയുള്ള നമ്മുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുക, അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുക. അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാലിഡ് ലൈസൻസുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കണം. എന്നിട്ട് അവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ നമ്മുടെ ഇതിലേക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. നമ്മൾ എടുത്ത ഡീറ്റെയിൽസ്, ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ്, വിന്നിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, വിന്നിങ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ലോട്ടറി ആകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. നമുക്ക് വിന്നിങ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് മാത്രം മതി. ബാക്കി നമ്മളെ അവിടെ ഫിസിക്കലി നമ്മൾ ഇത്ര ഇതിൻ്റെ പ്രൂഫ് മറ്റ് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ എവിടെ നിന്ന് എടുത്തു എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. കാരണം ഇന്ത്യൻ ഗവൺമെൻറ് നിങ്ങൾക്ക് ഒരു വിൻ ചെയ്തിട്ട് നിങ്ങളെ കൊടുക്കാൻ നോക്കൊന്നുമില്ല. കാരണം അവർക്ക് ഇതിൻ്റെ കൃത്യമായ സോഴ്സ് കിട്ടിയാൽ മതി. നിങ്ങൾ ഇത് വേറെ ഇല്ലീഗലായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ ടെററിസ്റ്റ് പോലത്തുള്ള ഓർഗനൈസേഷൻ നിങ്ങൾക്ക് എമൗണ്ട് തന്നതാണോ, ഇത് കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ 100 കോടി 200 കോടി ലഭിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളത് കൊടുക്കാനോ അങ്ങനത്തെ ഒരു വാശി വെച്ചിട്ടോ വൈരാഗ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സമീപനമൊന്നും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അവർക്കിത് കൃത്യമായ പ്രൂഫ് നിങ്ങൾ കൃത്യമായി വിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ് മാത്രം മതി. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഫിസിക്കലായിട്ട് അവിടെ പോയിട്ട് ടിക്കറ്റ് അല്ലെ നിങ്ങൾ ആ എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ ചെക്കാണെങ്കിൽ ചെക്ക് വാങ്ങിയിട്ട് നിങ്ങൾ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്താൽ മതി. ഗാംബ്ലിങ്ങിന് എതിരായിട്ടുള്ള കുറേ റൂൾസാണ്. ഗാംബ്ലിംഗ് മണി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഇന്ത്യ
ഈ ലോട്ടറി വിന്നിങ്സ് അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും എതിരല്ല. ഇതിന് റൂൾസ് ഉണ്ട്, പക്ഷേ ഇതിനൊന്നും എതിരല്ല. നമുക്ക് ലീഗലായിട്ടുള്ളൊരു വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഗൾഫ് അമേരിക്കയിൽ പോയി, നമ്മളിപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങൾ അമേരിക്കയിൽ പോയി അവിടെ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാം. നിങ്ങൾ എവിടെ നിന്ന് എടുത്തു എന്നുള്ളത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലോട്ടറി എടുക്കാം. എത്ര വലിയ ഹ്യൂജ് എമൗണ്ട് ആണെങ്കിലും നിങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾ ഫിസിക്കലായി പോയി ക്ലെയിം ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അവിടെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങളെ ഇന്ത്യയിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് UAE അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് UAE ട്രാൻസ്ഫർ ചെയ്യാം. US ലീഗലായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം നിങ്ങൾക്ക് UAE മറ്റ് ശ്രീലങ്ക അല്ലെങ്കിൽ മറ്റേത് രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ധൈര്യമായിട്ട് എടുക്കാം. ഇതിൽ കൺഫ്യൂഷനോ ഡൗട്ടോ ഉള്ള ആൾക്കാരുണ്ടാവും, ഇതെങ്ങനെ എടുക്കാം മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട്. നിങ്ങൾക്ക് US പവർബോൾ, ഇറ്റലിയുടെ ജപ്പാൻ്റെ ലോട്ടറികൾ, ഏത് രാജ്യത്തിൻ്റെ ലോട്ടറികളും എടുക്കാം. അതുപോലെ ഗൾഫ് ലോട്ടറികൾ എടുക്കാം. ഒരു വിഷയമില്ല. വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഫിസിക്കലി ക്ലെയിം ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. വിന്നിങ് സർട്ടിഫിക്കറ്റ്, വിന്നിങ് ഡീറ്റെയിൽസ് ഇവിടെ സബ്മിറ്റ് ചെയ്യുക, അത് മാത്രമേ ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് എത്ര ഹ്യൂജ് എമൗണ്ട് വേണമെങ്കിലും ചെയ്യാം. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം നമ്മുടെ 500 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ കേരള ലോട്ടറി എടുക്കുന്നത്, 25 കോടി. 500 രൂപ കൊണ്ട് നമുക്ക് 5000, 10000 കോടി രൂപ സമ്മാനമുള്ള ലോട്ടറികളുണ്ട് ഇൻ്റർനാഷണലി. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോ ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.